ഹലോ. ഇപ്പോൾ എന്നാ ഉണ്ട് എല്ലാവർക്കും വിശേഷങ്ങളൊക്കെ? സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? ഞാനിത് ഇന്നലെ വൈകിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പം പെട്ടെന്നൊരു റാപ്പ് ഉണ്ടാക്കിയതാണ്. പിന്നെ ഇത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചേക്കാമെന്ന് ഓർത്തു. ഇത് നമുക്കൊരു 10 മിനിറ്റ് പോലും വേണ്ട, ഒരു 5 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന. ഈ റാപ്പെല്ലാം എന്താണെങ്കിലും ഒരു ഹാഫ് കുക്ക്ഡ് ആണല്ലോ. അപ്പോൾ ഇത് മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ഉപകാരമാകും കേട്ടോ. നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിള്ളേരൊക്കെ ആണെങ്കിലും ഇപ്പോൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പാണെങ്കിലും അല്ലെങ്കിൽ വന്നു കഴിഞ്ഞിട്ട് പെട്ടെന്ന്, പ്രത്യേകിച്ച് വേറെ വലിയതായിട്ടൊന്നും കുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒരെണ്ണം തട്ടിക്കൂട്ടി അങ്ങ് എടുക്കാവുന്നതാണ് പെട്ടെന്ന്. ഓക്കെ, നമുക്കതിപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് പെട്ടെന്നൊന്ന് കൈ മുറിഞ്ഞിട്ടുണ്ട് നൈസായിട്ട്. ഓക്കെ, നമുക്ക് ആദ്യം ഇതിന് വേണ്ട കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഇച്ചിരി പച്ചമുളക് വേണം, സവോള വേണം, പിന്നെ ഒരു 2 ചെറിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് തക്കാളിക്ക. അപ്പോൾ ആദ്യം പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണയോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിലൊഴിച്ച് ചൂടായി വരുമ്പോഴത്തേക്കും, അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, പച്ചമുളക്, വെളുത്തുള്ളി, ഇത് 3 കൂടെ ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്യണം. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മുളക് പൊടി കുറച്ചിട്ടാൽ മതി, നമ്മൾ ഓൾറെഡി മുളക് ചേർത്തിട്ടുണ്ട്. കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ചൊരു മഞ്ഞൾപ്പൊടി ഇടുന്നത് ഇതിനകത്ത് കാണിക്കുന്നില്ല എന്ന് തോന്നുന്നു. പക്ഷേ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഏകദേശം വഴണ്ട് വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒരു തക്കാളിക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്നത് അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ എൻ്റെ ഇടയ്ക്ക് എല്ലാം തെറിച്ച് വെളിയിലോട്ട് പോകുന്നുണ്ടല്ലേ. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ട്യൂണ ഫ്ലേക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ട്യൂണ ഫ്ലേക്സ് ഇടുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ട്യൂണ ഫ്ലേക്സ് ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അതും കുക്ക്ഡായിട്ടാണ് വരുന്നത്. സോ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ്, നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തായിരുന്നു, പക്ഷേ തക്കാളിക്കും കൂടെ ഇട്ട കാരണം ഉപ്പങ്ങ് വല്ലാണ്ട് കുറഞ്ഞു പോയി. ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിടണം, കാരണം ട്യൂണ ഫ്ലേക്സിൽ അത്യാവശ്യം ഓൾറെഡി നല്ല ഉപ്പുണ്ട്. സോ ആവശ്യമെങ്കിൽ പിന്നീട് നമുക്ക് ചേർക്കാവുന്നതാണ്. അപ്പം ഇപ്പോൾ കുക്കായി വന്നിട്ടുണ്ട് എല്ലാം കൂടെ. ഇത് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ റാപ്പിലേക്ക് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ അതങ്ങ് ചുരുട്ടിയെടുക്കുക, നമ്മുടെ റാപ്പ് റെഡി. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഇങ്ങനെ കുറച്ച് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർക്കാം. പിള്ളേർക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇട്ട് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്ത് നോക്കുക കേട്ടോ. ഓക്കെ, ബൈ.